ഇന്ന് നമ്മൾ വന്നുകിടന്നറിയോ, വന്നുകിടന്ന് എങ്ങോട്ടില്ല, പാലക്കാട്ടേക്കാണ്. പാലക്കാട് പറളിലേക്കാണ്. പറളിലേക്ക് വന്നു എന്ന് പറയാൻ കാരണം എന്താ അറിയോ, ഇന്ന് രാവിലെ കുറേ ആൾക്കാർ ഇവിടേക്ക് മീൻ പിടിച്ചാൽ വന്നിക്കണം. അപ്പോൾ അവിടെ ഈ പുഴയിലൊക്കെ വെള്ളം ഇങ്ങനെ ഇളകി കഴിഞ്ഞാലുള്ളൂ മീനുകളൊക്കെ ഒന്ന് ഇളകി വരിക. അപ്പോൾ അങ്ങനെ ആയിങ്ങാണ്ടേ ഇങ്ങോട്ട് പോന്നിക്കാണ്. അപ്പോൾ നമ്മൾ എവിടെ വെച്ചാൽ പറളി പാലത്തിൻ്റെ താഴത്താട്ടോ. സോ നമ്മളെ പഴയ പറളി പാലം ഇതാകണ്ടോ, ഇതിൻ്റെ അപ്പുറത്താണ് അടുത്ത പറളി പാലം, അതായത് പുതിയ പാലം. ഇത് പഴയ പാലമാണ്, അതിന് വണ്ടിയൊന്നും പോകണില്ല. അതിന് താഴത്താണ് ഇന്ന് മീൻ പിടിക്കണം കേട്ടോ. മീൻ പിടിക്കാണ്ടി വന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ടീമുകൾ എത്താണ്ട് ഒരിപ്പോൾ ആ പാലത്തിൻ്റെ താഴെയാണുള്ളത്. ഇപ്പോൾ ഇവിടേക്ക് ഇങ്ങോട്ട് വരും, കുറച്ച് കഴിഞ്ഞാൽ വരും. ഇവിടെ എന്താ അറിയോ, ഇവിടെ ഒരു കെട്ടാണ്. ഈ കെട്ടുമേ സുഖമായിട്ടിരിക്കുന്നില്ല. ഈ കെട്ടുമ്പോൾ സുഖമായിട്ടിരിക്കുക. പിന്നെ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് അറിയാം, അങ്ങോട്ടാണ് വെള്ളം ഒഴുകണത്. അപ്പോൾ അതിന്മേൽ കാര്യമായിട്ട് പറലിൻ്റെ അതുപോലെ പിന്നെന്താ പറയുക, മനഞ്ഞിൽ, അതൊക്കെയാണ് കിട്ടൽ. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇളകിയിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിൽ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ നേരം വെളുക്കോളം മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും വെള്ളം ഉണ്ടാവും, ഇവിടെയും മീനുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ കുറേ താഴെയാണുള്ളത്. കുറച്ച് വൈകിട്ട് കഴിഞ്ഞാൽ ആ പാലത്തിൻ്റെ മുകളിലേക്കരം കാര്യമായിട്ട് ആളുകൾ മീൻ പിടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താ അറിയോ, ഇവിടെ സുരക്ഷിതമായിട്ട് ഇരിക്കാൻ പറ്റും, ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടി കേട്ടോ. ഞാൻ ജസ്റ്റ് നമ്മളെ പുഴയൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു പുഴയിലാണ് നമ്മൾ മീൻ പിടിക്കാൻ പോണത് കേട്ടോ. ഇത് നമ്മളെ പുഴ ഏതാ വെച്ചാൽ പറളി പുഴ. ഇവിടുന്ന് പടിഞ്ഞാറ് ഇപ്പോൾ അത് അവിടെയാണ്. നമ്മൾ വന്ന പ്രകാരം നോക്കുമ്പോൾ പടിഞ്ഞാറ് ഈ ഭാഗത്ത് വരേണ്ടത്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ സൂര്യൻ ഉണ്ട്, അസ്തമിക്കാൻ വേണ്ടി പോണതാണ്. അസ്തമിക്കാൻ വേണ്ടി പോകുന്ന സൂര്യത്തിൻ്റെ ആ ഒരു ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മളെ ചാനലേ ആരെങ്കിലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഒരു അഭ്യർത്ഥന കൂടെ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറളിയിലാണ് ഇന്നത്തെ ഒരു പ്രോഗ്രാംസ് ഉള്ളത്. പിന്നെ മീൻ പിടിക്കലുമായിട്ട് ഈ രാത്രി ആയിക്കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിക്കണ ഒരു രംഗങ്ങളൊന്നും നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം ഈ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ മീനുകളൊക്കെ ചൂണ്ടലുമ്പോൾ കൊത്താൻ പ്രയാസമാണ്. പിന്നീട് നമുക്ക് ഒരുപാട് വെറുതെ ഇരിക്കുക എന്നല്ലാതെ മീനുകൾ കൊത്തുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ മീൻ കിട്ടുകയാണെങ്കിൽ ഉറപ്പൊന്നുമില്ല, ഇത് പുഴയിൽ കിടക്കുന്ന മീനാണ്, കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മളെ ഈ ചെറിയൊരു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പല വെറൈറ്റി വീഡിയോകളും നമ്മളിവിടെ ഇനി തുടർന്ന് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടെ ഈ ഒരു വീഡിയോയിൽ പറയുകയാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള മീനുകൾ കിട്ടിയതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ മീൻ പിടിക്കാൻ പറ്റുന്ന മച്ചാന്മാർക്ക് ഞങ്ങൾ കൊടുക്കുന്ന തീറ്റയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ കൊടുക്കാൻ പോണ തീറ്റ എന്ന് പറഞ്ഞാലേ ഈ ഒരു സാധനമാണ്. ഈ സാധനം എന്നാൽ കോയിൻ്റെ പള്ളിയിൽ ഉണ്ടാകുന്ന സാധനം കേട്ടോ. മീനുകളെ തീറ്റ എന്ന് പറഞ്ഞാലേ നമ്മളിതോ ഈ വേസ്റ്റാണ്. ഈ വേസ്റ്റ് പറഞ്ഞാൽ കോഴി വേസ്റ്റ്. ഇത് നമ്മൾ ചൂണ്ടലുമ്പോൾ കോർത്തുങ്ങാണ്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ ദുനിയാവിൽ മീൻ ഉണ്ടെങ്കിൽ ഈ മണം കേട്ടാൽ വരും കേട്ടോ. ഈ മണം എന്ന് പറഞ്ഞാൽ ഒന്ന് പഴകിക്കഴിഞ്ഞാൽ വേറൊരു വെറൈറ്റി മണമാണ്. ഈ മണടിച്ച് ഈ പുഴവക്കത്തിരിക്കുമ്പോൾ വേറൊരു വൈപ്പാട്ടോ. അപ്പോൾ നമ്മൾ കോർത്തിട്ട് ചൂണ്ട പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അതിന് മുമ്പെയാണ് ഈ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് മീൻ കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കരേगा, लाइक करेगा, शेयर करेगा, मरकंडा. ओके, आप കാണാം.